മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഗോഷ്പദീകൃതവാരാശീം അശകീകൃതരാക്ഷസം രാമായണ മഹാമാല രത്നം വന്ദേ അനിലാത്മജം. ശ്രീരാമായണ മഹാമാല രത്നം വന്ദേ അനിലാത്മജം. ഹരേ രാമ. ഇന്ന് നമുക്ക് രാമായണം 20-ാം ദിവസത്തെ കർക്കിടകം 20-ാമത്തെ ദിവസത്തെ ഭാഗങ്ങൾ വ്യാഖ്യാനം ചെയ്യാം. നമ്മൾ സുന്ദരകാന്ഡമാണ് തുടങ്ങുന്നത്. കഴിഞ്ഞ ഭാഗത്ത് സമുദ്രലംഘനത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. അങ്ങനെ ഹനുമാൻ സ്വാമി തൻ്റെ ജാമ്പവാൻ്റെ ജാമ്പവാൻ ഹനുമാൻ സ്വാമിയോട് തൻ്റെ ശക്തിവിശേഷങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗമായിരുന്നു. അത് കേട്ടിട്ട് വളരെ കൂടുതൽ പ്രചോദിതനായി തൻ്റെ ശക്തിയിൽ അഭിമാനം പൂണ്ട് ഒരു ലോകം നെടുങ്ങുമാർ ഒരു ഒച്ചയുണ്ടാക്കിക്കൊണ്ട് തൻ്റെ ആ പർവ്വതാകാരമായ ശരീരം, ആ ചെറിയ ശരീരത്തെ തൻ്റെ ശക്തി മുഴുവൻ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു വലിയ മേരുപർവ്വതത്തോളം വലിപ്പമുള്ള ശരീരമാക്കി ആ കവികളുടെ ബാക്കിയുള്ളവരുടെ മുന്നിൽ കാണിക്കുകയും ആ ശക്തിയോടുകൂടി ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ആ മഹേന്ദ്ര പർവ്വതത്തിന് മുകളിലേക്ക് കയറുകയുമാണ് ഹനുമാൻ ചെയ്യുന്നത്. അപ്പോൾ ഭൂമിയിൽ നിന്ന്, ആ വനത്തിൽ നിന്നുകൊണ്ട് സമുദ്രത്തെ കടന്ന് പോകാൻ ഭൂമിക്ക് താങ്ങാൻ കഴിയില്ല ആ ഹനുമാന്റെ ആ ശക്തമായ ശരീരത്തിൻ്റെ ശക്തി. അങ്ങനെ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് ഭഗവാൻ വാനരന്മാരോട് മറ്റു കാര്യങ്ങൾ സംസാരിച്ചത്. സീതാദേവിയെ ഞാൻ കണ്ടുപിടിച്ച് ശ്രീരാമചന്ദ്രനെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ ദേവി അവിടെ ഇല്ലെങ്കിൽ ലങ്കാനഗരം മുഴുവൻ ഞാൻ ചുട്ടു ചാമ്പലാക്കി ആ ത്രികുടാചലം എന്ന് പറയുന്ന പർവ്വത ആണ് ലങ്കയ്ക്ക് സമീപമുള്ള, അതിനെ ഞാൻ എൻ്റെ ഒരു കൈയിൽ എടുക്കുകയും മറുകൈയിൽ രാവണനെ ഞാൻ ചുരുട്ടി കൊണ്ടുവരികയും ചെയ്യും. എന്നിട്ട് ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ മുന്നിൽ ഇട്ടുകൊടുക്കും എന്ന് പറയുകയാണ്. അങ്ങനെ ആ ഋഷ്യമൂകാചലം നോക്കി ഭഗവാൻ ഇരിക്കുന്ന ആ പ്രസരണ ഗുഹയിലേക്ക് നോക്കി ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ശ്രീരാമചന്ദ്രനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു വലിയ ഹുങ്കാര ശബ്ദത്തോടുകൂടി തൻ്റെ വാലിങ്ങനെ നീട്ടി 2 കൈകളും പരത്തി ഒരു പക്ഷിയുടെ ഭീമാകാരനായ ഒരു പക്ഷിയുടെ രൂപത്തിലാണ് ഇങ്ങനെ ഹനുമാൻ സ്വാമി പറക്കുവാൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ സുന്ദരകാന്ഡത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. സുന്ദരകാന്ഡം എന്നാൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാണ്ഡമായിരുന്നു. ഈ സുന്ദരകാന്ഡത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ കാണ്ഡത്തിന് സുന്ദരകാന്ഡം എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു എഴുത്തച്ഛൻ മലയാള ഭാഷയെ, ആ സൗന്ദര്യമുള്ള ഭാഷയെ കുറെ കൂടി മനോഹരമായ തരത്തിൽ താളനിബദ്ധമായി ഒരു മലയാള ഭാഷയാകുന്ന നർത്തകിയുടെ നൃത്ത ചുവടുകൾ പോലെ സുന്ദരമാക്കി വെച്ചിരിക്കുകയാണ്. അതൊരു കാര്യം. എന്നാൽ ഏറ്റവും സുന്ദരമായി ഇത് മാറുന്നത് ഹനുമാന്റെ ആ ശക്തി പ്രഭാവം കൊണ്ടാണ്. ഏറ്റവും വലിയ ഒരു ദാസഭക്തിയുടെ ഉടമയാണ് ഹനുമാൻ സ്വാമി. ആ ഹനുമാൻ സ്വാമിയുടെ തൻ്റെ ഭഗവാനോടുള്ള ഒരു ഭക്തന്റെ ഏറ്റവും വലിയ കടമ കാണിക്കുകയാണ്. ഈ യുഗങ്ങളിലെല്ലാം വെച്ചും ഏറ്റവും വലിയ കടമയാണ് അവിടെ കാണിക്കുന്നത്. ആ ഹനുമാന്റെ ശക്തിവിശേഷങ്ങൾ, ആ ഭഗവാനോടുള്ള ഭക്തി, അതുപോലെ തന്നെ എന്തിനാണോ ഈ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ഭൂമിയിൽ മനുഷ്യരായി അവതരിച്ചത്, ആ കർമ്മം പൂർത്തീകരിക്കുന്നത് ഈ ഹനുമാന്റെ സമുദ്ര ലംഘനത്തോടുകൂടി, ഈ സുന്ദരകാന്ഡത്തോടുകൂടിയാണ്. ആ സുന്ദരകാന്ഡത്തിലൂടെ ഹനുമാൻ സ്വാമി സീതാദേവിയെ കണ്ടുപിടിക്കുകയും അങ്ങനെ കണ്ടെത്തിയതിന് ശേഷമാണ് ആ യുദ്ധം ആരംഭിച്ചിട്ട് രാവണനെയും രാക്ഷസകുലത്തെയും ഉന്മൂലനം ചെയ്ത് അവിടെ സാത്വികനായ വിഭീഷണനെ അധികാരത്തിൽ ഏർപ്പെടുത്തുകയും അങ്ങനെ ഭൂമിയിൽ നിന്ന് അസുരവംശത്തെ എല്ലാം തച്ചുടച്ച് ഉന്മൂലനം ചെയ്യുന്ന ആ ദൗത്യം തുടങ്ങുന്നത് ഈ സുന്ദരകാന്ഡത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് സുന്ദരകാന്ഡം.
ദേവിയെ കണ്ടുപിടിക്കുകയാണ്. ഒരു വർഷം കൊണ്ട് അലച്ചിൽ നടക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് ദേവിയെ കണ്ടെത്തുന്നു. ആ കണ്ടെത്തുന്ന ദേവിയോട് ഭഗവാന്റെ മോതിരം കൈമാറി, അടയാള വാക്യങ്ങളും കൈമാറി, ദേവിക്ക് മനസ്സിന് സമാധാനവും ശാന്തിയും കൊടുത്ത് ഒരു പ്രതീക്ഷ കൊടുത്ത് ഹനുമാൻ സ്വാമി മടങ്ങുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാണ്ഡം സുന്ദരകാന്ഡം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഗങ്ങളൊന്നും വായിക്കാൻ സാധിക്കാത്തവർക്കും സുന്ദരകാന്ഡം മാത്രം വായിച്ചാൽ മതിയാകും എന്ന് പറയുന്നത്. ഇങ്ങനെ ആ മേരുപർവ്വതത്തിന് മുകളിലൂടെ ഭഗവാൻ ഇങ്ങനെ ഹനുമാൻ സ്വാമി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ധാരാളം ഇങ്ങനെ ഒരു വലിയ മേഘത്തെ പോലെ, അല്ലെങ്കിൽ വലിയ ഒരു പർവ്വതാകാരമായ ഒരു പക്ഷിയെ പോലെ ഇങ്ങനെ ആ നോക്കത്താ ദൂരത്തോളമുള്ള ആ സാഗരത്തിന് മുകളിലൂടെ ഇങ്ങനെ പറക്കുമ്പോൾ വാനരന്മാർ അതിനു മുമ്പ് പറയും, അങ്ങ് പോയി തിരികെ വരുന്നവരെ ഞങ്ങളിവിടെ നിൽക്കും, ഞങ്ങൾ അതിനുശേഷം നമുക്ക് രാമകാര്യത്തിൻ്റെ പൂർത്തീകരണമായി ഭഗവാനെ ചെന്ന് കാണാം എന്ന് പറഞ്ഞാണ് വിടുന്നത്. അപ്പോൾ അവരിങ്ങനെ നോക്കുമ്പോൾ അവരുടെ കണ്ണിലൂടെ ഇങ്ങനെ ഒരു ഭീമാകാരനായ പക്ഷി അനന്തവിഹായസിലൂടെ സാഗരത്തിന് കടലിന് മുകളിലൂടെ ഇങ്ങനെ പറക്കുകയാണ്. കടലിങ്ങനെ വിശാലമായിട്ട് നോക്കി എത്താ ദൂരത്ത് കിടക്കുന്ന അതിൻ്റെ മുകളിലൂടെ ഒരു ഭീമാകാരനായ മേഘം പറക്കുന്നത് പോലെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഹനുമാൻ തൻ്റെ ഭീകരമായ ആ ശരീരത്തോടുകൂടി കുതിക്കുമ്പോൾ ആ പർവ്വതത്തിന് അവിടെ ഇവിടെയായി ഇളക്കം സംഭവിക്കുകയും ആ പർവ്വതത്തിൻ്റെ അടിഭാഗത്തുള്ള ദ്വാരങ്ങളിലൊക്കെ താമസിച്ചിരുന്ന തീ തുപ്പുന്ന വലിയ വലിയ വിഷപ്പാമ്പുകൾ ഉണ്ടായിരുന്നു. അവയുടെയൊക്കെ ഉള്ളിൽ നിന്ന് തീ ഇങ്ങനെ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. അങ്ങനെ അവിടെയൊക്കെ ഒരു അഗ്നിബാധ പോലെ സംഭവിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ഇങ്ങനെ ആ പർവ്വതത്തിന് മുകളിൽ കൂടി ഇങ്ങനെ കുതിക്കുമ്പോൾ ആ ശരീരഭാരം കാരണം പർവ്വതത്തിൻ്റെ ശിഖരങ്ങളിലൊക്കെ നിന്നിരുന്ന വലിയ വലിയ മഹാവൃക്ഷങ്ങൾ ഉരുണ്ട് താഴെ വീണിട്ട് ആ വൃക്ഷങ്ങളിൽ നിന്നുള്ള പുഷ്പങ്ങളൊക്കെ ഭൂമിയിലേക്ക് പതിക്കുകയാണ്, ഹനുമാന് വേണ്ടി പുഷ്പവൃഷ്ടി നടത്തുന്നത് പോലെ. അപ്പോൾ ഹനുമാൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ വായുവിൻ്റെ ശക്തമായ ഇളക്കം കാരണം അതിന് താഴെയുള്ള സമുദ്രത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകുകയും തിരമാലകളുടെ വലിയ ഒരു വേലിയേറ്റം സൃഷ്ടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ പ്രകൃതിയിൽ വളരെ വലിയൊരു പ്രകമ്പനമാണ് അവിടെ നടന്നത്. അല്ലാതെ വെറുതെ മഹേന്ദ്ര പർവ്വതത്തിന് മുകളിൽ നിന്ന് പെരുവിരൽ ഊന്നി വെറുതെ ഒരു ചാട്ടത്തിന് ലങ്കയിൽ എത്തിയതല്ല. അതിനിടയിൽ ധാരാളം വൈതരണികൾ ഉണ്ടായിരുന്നു ഭഗവാന്. അങ്ങനെ പറക്കുന്ന അവസരത്തിലാണ് ഇതെല്ലാം ഈ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങളെല്ലാം ദേവന്മാരും കിന്നരന്മാരും യക്ഷഗന്ധർവന്മാരെല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആകെ പ്രകൃതിക്ക് മാറ്റം, മഹർഷീശ്വരന്മാരും എല്ലാവരും ഇത് കാണുകയാണ്, ഈ മാറ്റങ്ങൾ. അതായത് രാമകാര്യ സാധ്യാർത്ഥമായി രാമദൂതനായ ഹനുമാൻ സ്വാമി ഇങ്ങനെ യാത്ര ആരംഭിക്കുകയാണല്ലോ. അപ്പോൾ ഇത്രയും വലിയ ഒരു ശക്തമായ യാത്ര ഇങ്ങനെ നടക്കുമ്പോൾ സാഗരങ്ങളുടെ ദേവൻ അത് ആ സാഗരദേവൻ വിചാരിക്കുകയാണ്, അതായത് സമുദ്രങ്ങളുടെ ദേവനായ സാഗരൻ വിചാരിക്കുകയാണ് തനിക്ക് പണ്ട് അതിരുകളൊക്കെ വർദ്ധിപ്പിച്ച് സാഗരത്തെ വിസ്തൃതമാക്കിയത് ഇക്ഷാഹു വംശത്തിൽ, അതായത് രാമചന്ദ്രപ്രഭുവിൻ്റെ വംശത്തിൽ ജനിച്ച സഗരൻ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. അത് സത്യയുഗത്തിലായിരുന്നു. ആ സഗര രാജാവിനോടുള്ള ആ ഒരു സ്നേഹവും ആ നന്ദിയും ബഹുമാനവും ഒക്കെ കാണിക്കുവാൻ വേണ്ടി ഈ സാഗരം പറയും, എന്നിൽ ഇവിടെ ഒന്ന് വിശ്രമിച്ചിട്ട് പോകൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് മൈനാകപർവ്വതത്തെ, ആ സാഗരത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ് മൈനാകപർവ്വതം. ആ പർവ്വതത്തിനോട് ഈ സാഗര രാജാവ് പറയും, മൈനാകപർവ്വതമേ നീ ഉയർന്നു വന്ന് ഹനുമാനിന് ഒരു വിശ്രമം കൊടുക്കൂ, ഇത്രയും വലിയ യാത്ര നടത്തുകയല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ മൈനാകപർവ്വതം സമുദ്രത്തിൻ്റെ അടിയിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു വന്ന് ആ ഹനുമാനോട് സംസാരിക്കും. ഈ മൈനാകപർവ്വതം സമുദ്രത്തിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോകുവാൻ കാരണം പണ്ട് ആദ്യകാലത്ത്, അതായത് ഈ പർവ്വതങ്ങളെയൊക്കെ ഭഗവാൻ സൃഷ്ടിച്ച സമയത്ത് പർവ്വതങ്ങൾക്കൊക്കെ പക്ഷികളെ പോലെ ചിറകുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ചിറകുകളുള്ള ഈ
പർവ്വതങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ ഗരുഡനെയൊക്കെ പോലെ പറന്നു പറന്ന് സഞ്ചരിക്കുമ്പോൾ ഭൂമിയിൽ പല നാശനഷ്ടങ്ങളും സംഭവിക്കാം എന്ന് കരുതി ദേവേന്ദ്രൻ ഈ പർവ്വതങ്ങളുടെയൊക്കെ ചിറക് തൻ്റെ വജ്രായുധം ഉപയോഗിച്ച് അരിഞ്ഞു കളയുമായിരുന്നു. അങ്ങനെ എല്ലാ പർവ്വതങ്ങളുടെയും ചിറകരിഞ്ഞപ്പോൾ ഈ മൈനാക പർവ്വതത്തെ വായു ഭഗവാൻ ഒളിപ്പിച്ചു കൊണ്ടുവന്ന് അതായത് കടലിനടിയിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചു. അത് കാരണം ബലമായിട്ട് പിടിച്ചുകൊണ്ട് വന്ന് ഒളിപ്പിച്ചു വെച്ചതാണ്. അപ്പോൾ മൈനാകത്തിൻ്റെ മാത്രം ചിറക് നഷ്ടപ്പെട്ടില്ല. അപ്പോൾ അങ്ങനെ മൈനാക പർവ്വതത്തിനും വായു ഭഗവാനോട് വളരെ സ്നേഹവും കടപ്പാടുമുണ്ട്. വായു ഭഗവാനാണല്ലോ എന്നെ രക്ഷിച്ചത്. അങ്ങനെ ആ വായുവിൻ്റെ പുത്രനായ വാതാത്മജനാണ് ഇവിടെ ഇപ്പോൾ ദേവകാര്യാർത്ഥമായി സഞ്ചരിച്ചു വരുന്നത്. അതുകൊണ്ട് മൈനാക പർവ്വതം കടലിന് മുകളിലേക്ക് ഉയർന്നു വന്നിട്ട് പറയും, അല്ലയോ ഹനുമാനെ, അവിടുന്ന് എൻ്റെ ഈ പർവ്വത ശിഖരത്തിലിരുന്ന് ഒന്ന് വിശ്രമിച്ചിട്ട് ഈ ദീർഘമായ യാത്രയിൽ ഒരു വിശ്രമം അങ്ങേക്ക് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ പറയും, എനിക്ക് രാമകാര്യത്തിന് വേണ്ടി പോകുന്ന ദൂതനാണ് ഞാൻ. സ്വാമിയുടെ കാര്യം സീതാദേവിയെ കണ്ടെത്തി ഇതിന് ശേഷം ആ കാര്യം ചെന്ന് എനിക്ക് എൻ്റെ കൂട്ടാളികളായ വാനരസംഘം സമുദ്രതീരത്തുണ്ട്, അവരോട് പറഞ്ഞ് അവരുമായിട്ട് വേണം എനിക്ക് ഭഗവാന്റെ മുന്നിലെത്താൻ. അതുവരെയും എനിക്കൊരു വിശ്രമവുമില്ല എന്ന് പറഞ്ഞ് സ്നേഹത്തോടുകൂടി മൈനാകത്തെ തലോടിക്കൊണ്ട് പിന്നെയും ആ കടലിൻ്റെ വിസ്താരതയിലൂടെ ശ്രീ ആഞ്ജനേയ സ്വാമികൾ ഇങ്ങനെ കുതിക്കുകയാണ് ആ വലിയ ശരീരത്തോടുകൂടി, പ്രകമ്പനത്തോടുകൂടി. അപ്പോൾ ഇത് കണ്ടിട്ട് ദേവന്മാർക്കും മഹർഷീശ്വരന്മാർക്കും ഒരു അത്ഭുതം, ഹനുമാന്റെ ശക്തി എത്രയുണ്ടെന്നൊന്ന് പരീക്ഷിക്കണം എന്ന് കരുതി. അവരെന്ത് ചെയ്തെന്നറിയാമോ? അവര് അതായത് നാഗങ്ങളുടെ മാതാവായ, അതായത് കദ്രുവും വിനതയും, അതിലെ കദ്രുവിന്റെ മക്കളാണ് നാഗങ്ങൾ ആയി മാറിയത്. കശ്യപ മഹർഷിക്കുണ്ടായ 2 ഭാര്യമാരാണ് കദ്രുവും വിനതയും. അത് കദ്രു നാഗങ്ങളുടെ മാതാവാണ്. ആ കദ്രുവിന്റെ മകളാണ് സുരസ എന്ന് പറയുന്ന ദേവി. സുരസയുടെ മക്കളാണ് ജടായുവും സമ്പാദിയും. ഈ സുരസ എന്ന് പറയുന്ന ആരാണെന്നറിയാമോ? വരുണന്റെ ഭാര്യയാണ്. സൂര്യന്റെ തേരാളിയായ വരുണന്റെ ഭാര്യയാണ് സുരസ. അപ്പോൾ ആ സുരസ ഒരു ദേവകന്യകയാണ്, ദേവസ്ത്രീയാണ്. അവരോട് ഈ ദേവന്മാരും ഋഷീശ്വരന്മാരും ഒക്കെ പറയും, നമുക്ക് ഹനുമാന്റെ ശക്തി ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് പോയി പരീക്ഷിക്കൂ സുരസേ എന്ന് സുരസ മാതാവിനോട് പറയും. അങ്ങനെ സുരസ എന്ന് പറയുന്ന ആ ദേവസ്ത്രീ ഒരു ഭീകരമായ ഒരു കറുത്തിരുണ്ട ഒരു പർവ്വതത്തോളം വലിയ ഒരു ഭീകര ശരീരം സൃഷ്ടിച്ചുകൊണ്ട് അവിടേക്ക് വരികയാണ്. ആ സമുദ്രത്തിന് മീതെ ഹനുമാന്റെ യാത്ര മുടക്കുവാൻ വേണ്ടി. അങ്ങനെ വന്നിട്ട് ഭീകരമായ ആ രൂപം സ്വീകരിച്ച് ഹനുമാനോട് പറഞ്ഞ്, ഇതിലെ ആര് പോയാലും അവരെല്ലാം എൻ്റെ ഭക്ഷണമായി തീരുകയാണ്. നീ ആരാണ് ഇതിലെ കടന്നു പോകുവാൻ എൻ്റെ അനുവാദമില്ലാതെ? അതുകൊണ്ട് നീയും എൻ്റെ ഭക്ഷണമാണ്. എനിക്ക് വല്ലാതെ വിശക്കുന്നു. അതുകൊണ്ട് നീ എൻ്റെ വായിലേക്ക് വന്ന് കയറണം. അപ്പോൾ ഹനുമാൻ പറയും, ഞാൻ രാമകാര്യത്തിന് വേണ്ടി പോവുകയാണ്. ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണമൂർത്തിയായി അവതാരം ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പത്നിയായ സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ യാത്ര ആരംഭിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ മാർഗം മുടക്കരുത്. കാര്യാർത്ഥത്തിന് വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ, അതൊന്നും എനിക്ക് കേൾക്കണ്ട, എനിക്ക് വിശപ്പാണ് പ്രധാനം, എൻ്റെ വായിലേക്ക് നീ കീറുക. അപ്പോൾ ചോദിക്കും, നിങ്ങൾ ആരാണെന്ന് ഹനുമാൻ ചോദിക്കുമ്പോൾ പറയും, ഞാൻ ഒരു സുരസയാണ് ഞാൻ എന്ന് പറയുമ്പോൾ പറയേ, സുരസ മാതാവോ? അതാണോ ഈ ഭീകര രൂപത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നത്? അങ്ങയുടെ മക്കളായ ജടായുവിനും സമ്പാദിക്കും ശ്രീരാമചന്ദ്രൻ മോക്ഷം കൊടുത്തു, അവർ പരമമായ ഗതി പ്രാപിച്ചു. അപ്പോൾ പറയും, മക്കളുടെ കാര്യമൊന്നും എനിക്കിപ്പോൾ ഒരു ആവശ്യം, എനിക്കൊരു വിഷയമല്ല, എനിക്കിപ്പോൾ വിശപ്പാണ്. അതുകൊണ്ട് നീ എൻ്റെ വായിൽ വന്ന് കീറുക. അല്ലാത്ത പക്ഷം എന്നെ ബ്രഹ്മദേവൻ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഇങ്ങനെ ഇതിലേ പോകുന്നവരെയൊക്കെ പിടിച്ചു വിഴുങ്ങിയിട്ട് അങ്ങനെ വിശപ്പടക്കാൻ വേണ്ടിയാണ് എനിക്ക് അനുവാദം തന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ എൻ്റെ വയറ്റിലേക്ക് പ്രവേശിക്കൂ എന്ന് പറഞ്ഞ് സുരസ ഹനുമാനോളം വലിപ്പമുള്ള വായ തുറന്നു. അപ്പോൾ ഹനുമാന് മനസ്സിലായി, ഇവർ എന്നെ പിടിച്ചു വീഴുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധിമാനായ ഹനുമാൻ വളരെ സൂക്ഷ്മ ശരീരനായി സുരസയുടെ വായിലൂടെ കയറി ചെവിയിലൂടെ വെളിയിലേക്ക് വന്നു. എന്നിട്ട്, അല്ലയോ മാതാവേ,
അവിടുത്തെ മകനാണ് ഞാൻ. അങ്ങ് വളരെ അരുമയോടെ സ്നേഹത്തോടെ എന്നെ അനുഗ്രഹിച്ച് യാത്രയാക്കിയാലും എന്ന് പറഞ്ഞപ്പോൾ സുരസയ്ക്ക് അത് കണ്ടിട്ട് വളരെ സന്തോഷം തോന്നിയിട്ട് സുരസ തൻ്റെ ആ ഭീകര രൂപമൊക്കെ കളഞ്ഞിട്ട് ആ ദേവിയുടെ രൂപം എടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ ശക്തിയൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ദേവകാര്യാർത്ഥമായിട്ട് ഞാൻ ചെയ്തതാണ്. ഞാനൊരു ഭീകര രൂപിയല്ല. നീ അല്ലയോ ഹനുമാനെ, അവിടുന്ന് വളരെ ശക്തനാണ്. വളരെ ഉദ്ദിഷ്ട കാര്യം സാധിക്കുവാനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളും ശക്തിയും എല്ലാം ഉള്ള ആളാണ്. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യൂ? അങ്ങ് പോകുന്ന കാര്യം വളരെ വേഗം സാധിച്ച് തിരിച്ച് ശ്രീരാമചന്ദ്രൻ്റെ അരികിലേക്ക് ചെല്ലൂ. അങ്ങക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ തരുന്നു എന്ന് പറഞ്ഞു സുരസാ മാതാവ്. അതുപോലെ തന്നെ എൻ്റെ മക്കളുടെ ആ പൂർണ്ണമായ മോക്ഷം അങ്ങയുടെ വായിലൂടെ കേട്ടപ്പോൾ, അങ്ങയുടെ നാവിലൂടെ കേട്ടതിലൂടെ അതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങ് പോകുന്ന കാര്യം വളരെ വേഗം സാധിക്കും എന്ന് എല്ലാ കാലവും അങ്ങയ്ക്ക് സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ട് ഈ സുരസ മാതാവ് ദേവലോകത്തേക്ക് പോവുകയാണ്. അതിനുശേഷം വീണ്ടും ഈ യാത്ര ഇങ്ങനെ തുടരുകയാണ്. അപ്പോഴാണ് ഒരു ഭീകര രൂപിണിയായ സിംഹിക, അത് യഥാർത്ഥ രാക്ഷസി തന്നെയാണ്. ആ സിംഹികയെ ഭഗവാന്റെ ഈ ഹനുമാൻ സ്വാമിയുടെ മാർഗമധ്യേ വന്നിങ്ങനെ നിൽക്കുകയാണ്. ഭീമാകാരമായിട്ടുള്ള ഒരു രൂപം. അങ്ങനെ ആ രൂപം ഹനുമാനെ പിടിച്ചു വിഴുങ്ങുവാൻ ഭാവിച്ചുകൊണ്ട് ഇങ്ങനെ വായ തുറന്നു നിൽക്കുമ്പോൾ ഹനുമാൻ അവരുടെ വായ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുകയും അവരുടെ ഹൃദയത്തെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചിട്ട് തൻ്റെ കൂർത്തുമൂർത്ത നഖങ്ങൾ കൊണ്ട് കുത്തി ഛിന്ന ഭിന്നമാക്കി അവർ മരിച്ചിട്ട് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്തിട്ടിങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്ന അവസരത്തിൽ ഇങ്ങനെ ആ ലങ്കാരാജ്യം ഇങ്ങനെ കാണാകുകയാണ്. ഇങ്ങനെ വളരെ ദൂരെ തന്നെ ലങ്കയുടെ ആ വലിയ വലിയ ഗോപുരങ്ങളും ആ താഴികക്കുടങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ട് ഹനുമാൻ സ്വാമി ആ ലങ്കയിലേക്ക് പതുക്കെ പ്രവേശിക്കുകയാണ്. ആ ലങ്കാ നഗരം വിദൂരതയിൽ നിന്ന് നോക്കുമ്പോൾ, ആ ഉന്നത സ്ഥലങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഹനുമാൻ ചിന്തിച്ചതിനേക്കാളൊക്കെ എത്രയോ മഹത്തരമാണ്. വൈശ്രവണൻ എന്ന കുബേരന് വേണ്ടി ദേവശില്പി നിർമ്മിച്ച സ്വർണ്ണ നിർമ്മിതമായ രത്നങ്ങളും ഒക്കെ പതിച്ച മനോഹരമായ വിശാലമായ ഒരു കൊട്ടാരമാണ്, ഒരു നഗരമാണ് ലങ്കാപുരി. അതിൻ്റെ ആ മനോഹാരിത കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ് ഹനുമാൻ സ്വാമി. വ്യത്യസ്തമായ ശരീരാകൃതി സൃഷ്ടിക്കാൻ കഴിയുന്ന ശക്തരായിട്ടുള്ള ആ സേവകരെയും ആ കാവൽക്കാരെയും ഒക്കെ ലങ്കാപുരിയുടെ നാനാഭാഗത്തും കാണാം. അപ്പോൾ അവിടെ ഒരു കാറ്റിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത വിധത്തിലുള്ള വളരെ ശക്തമായ സംവിധാനങ്ങളുള്ള കോട്ടകൊത്തളങ്ങളാണ്. ആ കോട്ടയ്ക്ക് ചുറ്റും കാണുന്ന ആ കോട്ടയും മതിലുകളും എല്ലാം സ്വർണമാണ്. മനോഹരമായിട്ടുള്ള ഉദ്യാനങ്ങളും തേനൊഴുകുന്ന പോലെയുള്ള നല്ല അരുവികളും ജലാശയങ്ങളും പൂന്തോട്ടങ്ങളിലൊക്കെ സുഗന്ധം പരക്കുന്ന സുന്ദരമായ വൃക്ഷങ്ങളും പൂക്കളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന, അതുപോലെ തന്നെ 8ഉം 10ഉം നിലകളിലൊക്കെ ഉള്ള സ്വർണാഭമായിട്ടുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ, മണിമന്ദിരങ്ങൾ, രാജഹർമ്മ്യങ്ങൾ, അതെല്ലാം അങ്ങനെ ആ കൊട്ടാരങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ആ സന്ധ്യാസമയം ആയപ്പോൾ ഇങ്ങനെയുള്ള ഓരോരുത്തരുടെയും സംസാരവും മധുരമായ ഗാനങ്ങളും ഒക്കെ ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് കടന്നു ചെല്ലാൻ ഒന്നും പറ്റില്ല. ഒരു വായുവിന് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത ഈ സ്ഥലത്ത് ഞാൻ എങ്ങനെ എത്തും? ഇവിടെ എത്തുന്നത് ഇവിടെയൊക്കെ ഈ സമുദ്രം കടക്കാൻ എനിക്കും അംഗതനും ഒക്കെ പറ്റുമായിരിക്കും. പക്ഷേ ശ്രീരാമചന്ദ്രൻ ഇത്രയും അകലെ ഇത്രയും സമുദ്രം കടന്ന് വന്ന് ഇത്രയും സുരക്ഷിതമായിരിക്കുന്ന ഈ ലങ്കയെ തകർത്ത് ലങ്കേശനെയൊക്കെ എങ്ങനെ വധിക്കുമെന്ന് ആദ്യം ഹനുമാൻ ഒരു സംശയമുണ്ടായി. ഹനുമാൻ തൻ്റെ ശരീരം വളരെ സൂക്ഷ്മമാക്കി ഒരു ചെറിയ രൂപത്തിലേക്കാക്കി, വളരെ ചെറിയ ഒരു ജീവിയുടെ രൂപത്തിലേക്കാക്കിയിട്ട് ലങ്കയിൽ ആരും അറിയാതെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. ദൂരെ നിന്ന് കണ്ടതാണ് ഈ കാഴ്ചകളൊക്കെ. അങ്ങനെ കടക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഭയങ്കര രൂപിണി, ഒരു ഉഗ്രരൂപിണിയായി ലങ്കാലക്ഷ്മി അവിടെ കാവൽ നിൽക്കുകയാണ്. ആ ഉഗ്രരൂപിണിയായ ലങ്കാലക്ഷ്മി അലർച്ചയോടെ ഹനുമാനോട് ചോദിക്കുന്നു, നീ ആരാണ്? രാക്ഷസന്മാരുടെ ഈ നഗരമായ ലങ്കയിലേക്ക് ഒരു വാനരൻ എന്തിന് കടന്നു വന്നു?
വാനരൻ ഇവിടെ പ്രവേശനം അനുവദിക്കുകയില്ല, നിന്നെ ആരാണ് ഇതിലേക്ക് കടത്തി വിട്ടത് എന്ന്, എൻ്റെ കണ്ണിൽ പെടാത്ത ഒരു ജീവിയെ ഞാൻ ഉള്ളിലേക്ക് വിടുകയില്ല, നീ എന്തിനു വന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ ഹനുമാൻ സ്വാമി പറയുന്നു, ഈ മനോഹരമായിട്ടുള്ള സ്വർണ്ണ നിർമ്മിതമായ ഈ നഗരത്തെ കാണാനും സന്തോഷിക്കാനും മനസ്സിലാക്കാനൊക്കെ വേണ്ടി ഞാൻ വന്നതാണ്, ഇങ്ങനെ ചാടി ചാടി സമുദ്രമൊക്കെ ചാടിക്കിടന്ന്. അപ്പോൾ നിനക്കെന്താണ് ഇവിടെ കാര്യം, നീ എന്തിനു ചാടി വന്നു, എന്നെ അത് അങ്ങനെ നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നീ ഒരു രാക്ഷസനല്ലാത്തവരെ ആരെയും ഇതിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല, അതുകൊണ്ട് നീ വന്ന വഴിയെ തിരിച്ചു പോകൂ, അല്ലെങ്കിൽ നീ എന്നെ കൊന്നതിന് ശേഷമേ നിനക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഹനുമാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഹനുമാനെ ഒരടി ഇങ്ങനെ ശക്തമായിട്ട് വെച്ചു കൊടുക്കും ഈ ലങ്കാലക്ഷ്മിയായ ഭീകരരൂപിണി. അപ്പോൾ ഹനുമാൻ കലിമൂത്ത് തൻ്റെ മുഷ്ടി ചുരുട്ടി ലങ്കാലക്ഷ്മിയെ ഒരു പ്രഹരം കൊടുക്കുമ്പോൾ ആ പ്രഹരത്തിൻ്റെ ശക്തി കാരണം ലങ്കാലക്ഷ്മി ദൂരെ ചെന്ന് തെറിച്ച് വീണിട്ട്, അല്ലയോ ഭഗവാനെ അവിടുന്ന് ആരാണ് എന്ന് പറഞ്ഞ് തൻ്റെ യഥാർത്ഥ രൂപം കൈക്കൊള്ളുകയാണ്. യഥാർത്ഥത്തിൽ ഒരു അഷ്ടലക്ഷ്മിമാരിൽ ഒരാളായ വിജയലക്ഷ്മിയാണ് ഞാനിവിടെ ശാപഗ്രസ്തയായി ബ്രഹ്മദേവന്റെ ശാപത്താൽ വന്ന് ഈ ദുഷ്ടനായ രാക്ഷസന്റെ രാജ്യം കാവൽ നിൽക്കേണ്ട അവസ്ഥയിലായിരുന്നു. അന്ന് എനിക്ക് ബ്രഹ്മദേവൻ ശപിക്കുമ്പോൾ ഒരു അനുഗ്രഹവും തന്നിരുന്നു. ത്രേതായുഗത്തിൽ ശ്രീമൻ നാരായണൻ രാമചന്ദ്രപ്രഭുവായി അയോധ്യയിൽ ജനിക്കുമെന്നും അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഈ ദുഷ്ടനായ നിശാചരൻ കട്ടുകൊണ്ടുവരികയും അത് അന്വേഷണാർത്ഥമായിട്ട് വരുന്ന ഹനുമാൻ നിന്ന് നിനക്ക് ഒരു കവിയിൽ നിന്ന്, ഒരു വാനരിൽ നിന്ന് നിനക്കൊരു അടി, ഒരു താഠനം ലഭിക്കുമ്പോൾ നീ ശാപമോക്ഷയായി വീണ്ടും സത്യലോകമായ ബ്രഹ്മലോകത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാമെന്നും അങ്ങനെ ബ്രഹ്മദേവൻ അനുഗ്രഹം കൊടുക്കുമായിരുന്നു. ശാപവും കൊടുക്കും, ശാപമോക്ഷവും കൊടുക്കും. അപ്പോൾ അങ്ങ് എന്നെ അടിച്ചപ്പോൾ അങ്ങ് എൻ്റെ പിതാവായ സ്വാമി, അതായത് ബ്രഹ്മദേവൻ പറഞ്ഞ ആള് തന്നെയാണ്, അങ്ങ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് വെറും ഒരു വാനരനല്ല, ആണെങ്കിൽ അങ്ങ് ഇത്രയും ശക്തയായി എന്നെ ഇങ്ങനെ അടിച്ച് പ്രഹരിച്ച് ഞാനിങ്ങനെ താഴെ വീഴുകയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഹനുമാൻ പറയും, ഞാൻ ശ്രീരാമചന്ദ്രൻ്റെ ദൂതനായ ഹനുമാനാണ്, വായുപുത്രനാണ്, അഞ്ജനാതനയനാണ്. ഞാനിങ്ങനെ രാമകാര്യാർത്ഥമായി ദേവിയെ കണ്ടുപിടിക്കുവാൻ, ജനകാത്മജ ഇവിടെ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ 4 ദിക്കിലേക്കും ലക്ഷക്കണക്കിന് വാനരന്മാർ പോയിരുന്നു. ഈ ദക്ഷിണ ദിക്കിലേക്ക് വന്നതിൽ ഇവിടെ തന്നെ ഉണ്ടെന്ന അറിവ് കിട്ടിയത് കൊണ്ട് ഞാൻ ഇവിടേക്ക് തന്നെ വന്നതാണ്, അതിലൊരുവനാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ കാര്യത്തിന് വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ ഈ ലങ്കാലക്ഷ്മി പറയുന്നു, എനിക്ക് അങ്ങയുടെ താടനം കൊണ്ട് ശാപമോക്ഷം കിട്ടി. ഈ ലങ്കാലക്ഷ്മി സത്യലോകത്തിൽ, അതായത് ബ്രഹ്മദേവന്റെ ലോകത്തിൽ എത്തുന്ന ആത്മാക്കളുടെ സത്തുക്കളായിട്ടുള്ള ആത്മാക്കളാണ് അവിടെ എത്തുന്നത്. അവരുടെ പുണ്യങ്ങളെല്ലാം അവിടെ സ്വരൂപിച്ചു വെക്കും. അതാണ് അവരുടെ സമ്പത്ത്. നമ്മളിപ്പം ചെയ്യുന്ന കർമ്മങ്ങളുടെ എല്ലാം നന്മയും പുണ്യവും ഒക്കെ ഉണ്ട്. നമ്മളിവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന ജോലിയുടെ ശമ്പളമാണ് ഇവിടെ അനുഭവിക്കാനുള്ള ഫലം. എന്നാൽ ആ ജോലിക്ക് നമ്മൾ എത്ര ആത്മാർത്ഥത കൊടുത്തു, അതാണ് നമ്മുടെ പുണ്യസഞ്ചയമായി നമ്മൾ സത്യലോകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ചെല്ലുന്ന നിധി. ആ നിധിയാണ്, ആ പുണ്യങ്ങളുടെ നിധി സൂക്ഷിക്കുന്ന ആളായിരുന്നു ഈ അഷ്ടലക്ഷ്മിമാരിൽ ഒരാളായ വിജയലക്ഷ്മി എന്ന ദേവി. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ നിധി സൂക്ഷിക്കുമ്പോൾ അതിൽ നിന്ന് ആരുടെയോ പുണ്യമാകുന്ന നിധിയിൽ നിന്ന് ഒരംശം ഒരു ദുഷ്ടാത്മാവ് കൈപ്പറ്റി എങ്ങനെയോ കട്ടെടുത്തു ഈ വിജയലക്ഷ്മി എന്ന ദേവിയുടെ അശ്രദ്ധ കാരണം. അപ്പോൾ ബ്രഹ്മദേവൻ ശപിക്കും, നീ അസുരന്മാരുടെ രാജ്യമായ അസുരൻ, അതായത് ലോകത്തിലേക്കും വലിയ അസുരനായ ആ രാവണന്റെ രാജ്യം ലങ്കയുടെ കാവൽക്കാരിയായി പോകും, അതിനെ നിനക്ക് യോഗ്യതയുള്ളൂ. ഈ ബ്രഹ്മലോകത്ത് സത്യലോകത്തെ പുണ്യത്തിന്റെ സഞ്ചയം സൂക്ഷിക്കുവാൻ, നിധി സൂക്ഷിക്കുവാൻ നിനക്ക് കഴിയാതെ വന്നപ്പോൾ നീ ആ ദുഷ്ടന്റെ രാജ്യം പോയി സംരക്ഷിച്ചു കൊണ്ടിരിക്കൂ എന്ന് ശപിക്കുമ്പോൾ ഈ ലക്ഷ്മി ദേവി, വിജയലക്ഷ്മി ദേവി ബ്രഹ്മദേവനോട് ശാപമോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് അടുത്ത യുഗങ്ങളിൽ, അതായത് ത്രേതായുഗം, സത്യയുഗത്തിൽ ആദ്യകാലത്ത്, ഇത് പ്രപഞ്ചം സൃഷ്ടിച്ച സമയത്താണ് ഈ ബ്രഹ്മദേവൻ ഇങ്ങനെയൊക്കെ ശപിക്കുന്നത്. അതിനുശേഷം സത്യയുഗം കഴിഞ്ഞ് ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രനായി ഭഗവാൻ അവതരിക്കുമെന്നും അന്ന്
നിനക്കിങ്ങനെ അദ്ദേഹത്തിന്റെ ദൂതനിൽ നിന്ന് പ്രഹരമേൽക്കേണ്ടി വരുമ്പോൾ നീ നിന്റെ പഴയ രൂപം സ്വീകരിച്ച് തിരിച്ചിവിടെ എത്തുവാൻ നിനക്ക് സാധിക്കും എന്നും പറയുകയാണ്. അങ്ങനെ ഈ പ്രഹരമേറ്റ ഈ ലങ്കാലക്ഷ്മി അവിടെ നിന്ന് സ്വന്തം ലക്ഷ്മി ദേവിയുടെ രൂപം എടുത്തുകൊണ്ട് പോവുകയാണ് സത്യലോകത്തേക്ക് വീണ്ടും. അങ്ങനെ ലങ്കയിലെ ഐശ്വര്യമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ആ ലങ്കയിലെ ലക്ഷ്മിയാണ് അവിടെ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ലക്ഷ്മി ഇല്ലാത്ത രാജ്യമാണ്. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ അധിവാസമില്ലാത്ത രാജ്യത്ത് ഐശ്വര്യമോ സമ്പത്തോ ഇതുവരെയും ഉള്ളതെല്ലാം നഷ്ടപ്പെടുന്ന കാലമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്. അത് തന്നെ ഒരു രാവണന്റെ പതനത്തിന്റെ ആരംഭമാണ്. അപ്പോൾ ഇങ്ങനെ ഭഗവാൻ നമ്മുടെ ആഞ്ജനേയ സ്വാമി ഇങ്ങനെ ലങ്കയിൽ പ്രവേശിക്കുന്നു. അപ്പോൾ ഒരു സൂക്ഷ്മ ശരീരനായിട്ടാണ് ഇങ്ങനെ ചെന്ന് അവിടെ പ്രവേശിച്ചിട്ട് അപ്പോൾ ഈ ലങ്കാലക്ഷ്മി പോകുന്നതിന് മുമ്പ് അവിടുത്തെ വിവരങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് പോകുന്നത്. ഇത് ലങ്ക എന്ന് പറയുന്നത് ധാരാളം മനോഹരമായ മണിമന്ദിരങ്ങളും ഉദ്യാനങ്ങളും ജലാശയങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു ധാരാളം കെട്ടിടങ്ങളാണ്, വലിയ വലിയ ഹർമ്മ്യങ്ങളാണ്. ഇതിന്റെ ഏറ്റവും മധ്യഭാഗത്താണ് ലങ്കേശ്വരനായ രാവണന്റെ കൊട്ടാരം. ആ രാവണന്റെ കൊട്ടാരത്തിന്റെ പരിസരത്ത് വിശാലമായ ഉദ്യാനമുണ്ട്. അതിലൊരു ഏറ്റവും ശ്രേഷ്ഠമായ ഉദ്യാനത്തിൽ ഒരു വലിയ ഏറ്റവും ശ്രേഷ്ഠമായ സുഗന്ധം പൊഴിക്കുന്ന ഒരു വലിയ വൃക്ഷമുണ്ട്, ഒരു ശിംശിവ വൃക്ഷം. ആ വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് സീതാദേവി വിഷണ്ണയായി ഇങ്ങനെ ഇരുന്ന് വിഷമിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ദേവിയെ അന്വേഷിക്കേണ്ടത്. പോകുന്ന പോക്കിൽ ധാരാളം തടസ്സങ്ങൾ ഉണ്ടാകും. ഒരുപാട് പേര് കാവൽ നിൽക്കുന്നുണ്ട്. മായാവികളായ ധാരാളം പേരുടെ കണ്ണിൽ പെടാതെ വേണം അല്ലയോ ഹനുമാൻ അങ്ങേക്ക് അവിടെ എത്താൻ. അതുകൊണ്ട് ശ്രദ്ധയോടെ പോകൂ, ദേവി ഇന്നിടത്തുണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെ ഹനുമാൻ സ്വാമിക്ക് അനുഗ്രഹവും കൊടുത്ത് ലങ്കാലക്ഷ്മി പോയി. ഹനുമാൻ അത് ശിരസാ വഹിച്ചുകൊണ്ട് ഒരു ചെറിയ ശരീരം എടുത്തുകൊണ്ട് ലങ്കയിലേക്ക് പ്രവേശിച്ച് അങ്ങനെ ഓരോ മണിമാളികകളിലും ഉദ്യാനങ്ങളിലും ഒക്കെ ദേവിയെ പരതുകയാണ്. ഇതാണോ രാവണേശ്വരന്റെ കൊട്ടാരം? ഇതാണോ ആ ഉദ്യാനം എന്ന് അദ്ദേഹത്തിന് സംശയം തോന്നാൻ കാരണം ഒരേപോലെ അനേകം കൊട്ടാരങ്ങളും അനേകം ഉദ്യാനങ്ങളും മണിമന്ദിരങ്ങളും എല്ലാം ഉണ്ട് സദൃശ്യമായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് സംശയം തോന്നി, ഇതിലാണോ എവിടെയാണ് ദേവി ഇരിക്കുന്നത്? പല ഉദ്യാനങ്ങളിലും വലിയ വലിയ മരങ്ങളുടെ ചുവട്ടിലൊക്കെ ചെന്ന് അന്വേഷിച്ചു ദേവിയെ കാണാൻ. അങ്ങനെ അദ്ദേഹം രാത്രി ഇങ്ങനെ സന്ധ്യമയങ്ങി അപ്പോൾ ചന്ദ്രഭഗവാൻ ഇങ്ങനെ അനുഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ആ തെളിമ കൊടുത്ത് ഇങ്ങനെ ഭഗവാൻ അവിടെയുള്ള കാഴ്ചകൾക്ക് എല്ലാം നല്ല തെളിച്ചം കൊടുക്കുവാൻ വേണ്ടി പൂർണ്ണചന്ദ്രൻ ആകാശത്ത് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ വായു ഇങ്ങനെ ഒത്തിരി വിഷമിച്ചു കഴിഞ്ഞപ്പോൾ വായു ഭഗവാനായ ആഞ്ജനേയ സ്വാമിയുടെ പിതാവിൻ്റെ സഹായത്താൽ യഥാർത്ഥത്തിലുള്ള രാവണന്റെ കൊട്ടാരവും ശിംശിവ വൃക്ഷം ദേവിയിരിക്കുന്ന ശിംശിവ മൂലമൊക്കെ ഹനുമാന്റെ മനസ്സിൽ തെളിയുകയാണ്. ഹനുമാൻ അവിടേക്ക് യാത്ര ചെയ്ത് ദേവി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ദേവി വളരെ കൃശഗാത്രയായി, ജടപിടിച്ച മുടി പോലെ ചീകാത്ത മുടിയും ചിഗുരഭാരവും അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളും ഒക്കെയായി ദുഃഖിതയായി പൊടി പിടിച്ച രൂപത്തിൽ ദേവിയെ കാണുകയാണ്. അപ്പോൾ ദേവിയുടെ അരികിൽ വളരെ ക്രൂരരായ രാക്ഷസ സ്ത്രീകൾ ഇങ്ങനെ ചുറ്റും കാവൽക്കാരായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ദേവിയെ എത്രയോ മുമ്പ് ദേവിയുടെ രൂപമൊക്കെ പ്രാർത്ഥിച്ചാണ് ഹനുമാൻ സ്വാമി ഇറങ്ങിയത്. അപ്പോൾ ആ ദേവിയെ കാണാനുള്ള ആഗ്രഹത്തോടെ ഇങ്ങനെ അതിനിടയിൽ ഇങ്ങനെ ആ തൻ്റെ വസ്ത്രാഞ്ചലത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന ആ രാമാങ്കിതമായ മോതിരം ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് തപ്പി നോക്കിയെടുത്ത് അത് കണ്ണിൽ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഓരോ തടസ്സം വരുമ്പോഴും. അതിനുശേഷമാണ് ഇങ്ങനെ ദേവിയെ, സുന്ദരാംഗിയായ ദേവി കൃശഗാത്രയായി വളരെ വിഷമത്തോടുകൂടി ഇരിക്കുന്നു. ആ ഇരിക്കുന്ന ദേവിയുടെ മുന്നിലേക്ക് രാവണൻ ഇങ്ങനെ കടന്നു വരികയാണ്. രാവണന്റെ ആ പുറപ്പാടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും ഭാഗം കൊണ്ട് രാവണന്റെ പുറപ്പാട് വരെയുള്ള ഭാഗം കൊണ്ട് ഇന്ന് അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത ദിവസം. അപ്പോൾ എല്ലാവർക്കും
ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം സമൃദ്ധമായിട്ടുണ്ടാകട്ടെ. ഹനുമാൻ സ്വാമി ആണ് ഈ സുന്ദരകാന്ഡത്തെയും മുമ്പോട്ടുള്ള രാമരാവണ യുദ്ധത്തെയും എല്ലാം വിജയിപ്പിക്കുന്നത്. ആ യുദ്ധത്തിൽ ലക്ഷ്മണനും അനേകം കവികളും എല്ലാം മരിച്ചു പോകുമ്പോഴും ആ മൃതസഞ്ജീവനിയുമായി ഓടിയെത്തുന്നത് ഹനുമാൻ സ്വാമിയാണ്, അവർക്കെല്ലാം ജീവൻ കൊടുക്കാൻ. ലക്ഷ്മണൻ മരിച്ചു കഴിയുന്ന അവസ്ഥയൊന്നും നോക്കി ശ്രീരാമചന്ദ്രൻ പിന്നെ യുദ്ധം ചെയ്യുമോ? ഇല്ല. ലങ്കേശ്വരനെ വധിക്കുമോ? ഇല്ല. സീതാദേവിയെ വീണ്ടെടുക്കാൻ കഴിയുമോ? ഇല്ല. അവിടെയെല്ലാം ആ തൻ്റെ കർമ്മം പൂർത്തീകരിക്കുവാൻ ഭഗവാനെ സഹായിക്കുന്ന ഏക ശക്തിയും വ്യക്തിയും ഭക്തദാസനുമാണ് നമ്മുടെ ഹനുമാൻ സ്വാമി. അപ്പോൾ ആ സ്വാമിയാണ് ശ്രീരാമായണത്തിൻ്റെ നട്ടെല്ലെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് സുന്ദരകാന്ഡം വളരെ ശ്രേഷ്ഠമാണ്. ഇനിയും ആ രാവണൻ്റെ പുറപ്പാട് തുടങ്ങിയ ഭാഗമാണ് നമ്മൾക്ക് ഉള്ളത്. അതിനുശേഷം ദേവിയും ഭഗവാനും ഹനുമാൻ സ്വാമിയും സീതാദേവിയും തമ്മിലുള്ള സമാഗമം, അതിനുശേഷം ലങ്കാനഗരത്തെ ചുട്ട് ചാമ്പലാക്കുന്നു, തിരിച്ച് രാമചന്ദ്രപ്രഭുവിൻ്റെ അരികിലേക്ക് വരുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. അവിടെയാണ് ഈ സുന്ദരകാന്ഡം സമാപ്തമാകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെയും ദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ഈ പ്രകൃതീശ്വരിയായ നമുക്കൊക്കെ ശരീരം തന്നിരിക്കുന്ന ഈ ദേവിയുടെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.